ഇപ്പൊ 6ാമത്തെ ശുശ്രൂഷയിലാണ് നിൽക്കുന്നത്, അല്ലെ 5ാമത്തെ ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ടാണ് ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക് വരുന്നത്. ദൈവ ഐക്യ ശുശ്രൂഷ അത് ദിവ്യകാരുണ്യ സ്വീകരണം. അപ്പൊ യേശുവും ഞാനും, അല്ലെങ്കിൽ യേശുവും യേശുവിനെ സ്വീകരിക്കുന്ന ആ വിശ്വാസിയും കൂടി എന്താവും? അതാണ് സ്വർഗ അവരോഹണമെന്ന 7ാമത്തെ രഹസ്യം. സ്വർഗ അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഹണം എന്ന് പറഞ്ഞാൽ കയറുക എന്നാണെങ്കിൽ, അവരോഹണം എന്ന് പറയുമ്പോൾ ഇറങ്ങുക. സ്വർഗത്തിൽ നിന്നിറങ്ങി എന്നിട്ട് അവൻ എന്ത് ചെയ്തു? നമ്മളിൽ വന്ന് വസിക്കുന്നു ഈ അപ്പമായിക്കൊണ്ട്. അതാണ് എന്താണ് 7ാമത്തെ രഹസ്യം എന്താണ്? സ്വർഗ അവരോഹണം. 6ാമത്തെ ശുശ്രൂഷ ദൈവൈക്യ ശുശ്രൂഷയിലാണ്, ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സമാപന ശുശ്രൂഷയിലേക്ക്. ശുശ്രൂഷ പിന്നെ സമാപന ശുശ്രൂഷയാണ് 7ാമത്തെ. അപ്പോൾ 8ാമത്തെ രഹസ്യമാണ്. അപ്പോൾ അവസാനമാണ്. അപ്പോൾ ഇപ്പം മാറാനാത്ത നമ്മൾ പ്രാർത്ഥിക്കില്ലേ? കർത്താവായ ദൈവമേ യേശുവേ നീ എന്തെന്നാണ്? വേഗം വരിക, അല്ലേ? മാറാനാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശുവേ നീ വേഗം വരിക. എന്തിനു വരാനാ പറയണേ? ഈ പുതിയ സൃഷ്ടികളാക്കി നമ്മളെ മാറ്റി പിതാവിന് സമർപ്പിച്ച് ആ രക്ഷകന്റെ മിഷൻ പൂർത്തിയാക്കണം. അപ്പൊ അതാണ് നീ വീണ്ടും വരിക, അവന്റെ ദ്വിതീയ ആഗമനം വരെ. അതാണ് നമ്മൾ ലത്തീൻ ആരാധനക്രമത്തിൽ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ഭാഗത്ത് ഇങ്ങനെ എന്താണ് വിശ്വാസം, എന്താണ് വൈദികം പറയണത്? ലത്തീൻ ആരാധനക്രമത്തിൽ എന്താണ് വൈദികം പറയണത്? നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം, അല്ലേ? വിശ്വാസം ഏറ്റുപറയാം എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ്. കണ്ടു? കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ, കണ്ടു? അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പൊ എപ്പോ വരെയാണ്? അങ്ങ് വീണ്ടും വരുന്നത് വരെ. കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ. അപ്പോ ഈ വീണ്ടും വരിക എന്ന് പറയുമ്പോൾ മാറാനാത്ത എന്ന് പറഞ്ഞ സഭ തന്നെയും അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുവേ നീ വേഗം വരണേ. അപ്പൊ ഈശോ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ ഈശോ എന്ത് പറയും? ഈശോ എന്ത് പറയാൻ സാധിക്കും ഈശോനെ കൊണ്ട്? സഭ തന്നെയും പറയുകയാണ് മാറാനാത്ത, അല്ലെങ്കിൽ കർത്താവായ യേശുവേ നീ വേഗം വരണമേ. അപ്പോൾ ഈശോ എന്ത് പറയും? ഇത് കേട്ടിട്ട് ഈശോ എന്താണ് യേശുവിന് പ്രത്യുത്തരിക്കാനുണ്ടാവുക? എന്താ നീ പറഞ്ഞോ? എന്താ പറഞ്ഞ ഉത്തരം? അല്ല, തെറ്റിപ്പോയിണെങ്കിൽ പോയിക്കോട്ടെ. എന്താണ്? അല്ല, അപ്പോ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറനത്ത, അതായത് മോനെ ഞാൻ വന്നു കഴിഞ്ഞല്ലോ. അതായത് രണ്ടാമത് വരാനിരിക്കണ ക്രിസ്തുവിനെ തന്നെയല്ലേ നീ ഇന്ന് കുർബാനയിൽ സ്വീകരിച്ചത്? ഇന്ന് നീ കുർബാന സ്വീകരിച്ചല്ലോ. അതാരെയാണ് സ്വീകരിച്ചത്? ഈ രണ്ടാമത് വരാനിരിക്കണ ക്രിസ്തുവാണ് ഇന്ന് ഈ ബലിപീഠത്തിൽ ഈ ബലിയിൽ നീ നിന്റെ ഇടവക വികാരി അച്ഛനോടെ കൊച്ചച്ഛനൂടെ സ്വീകരിച്ചത്. അപ്പൊ എന്ത് പറയണം? അപ്പൊ ഈശോ എന്ത് പറയും? ഞാൻ വന്നു കഴിഞ്ഞല്ലോ. മനസ്സിലായ? മാറനത്ത. അപ്പൊ ഈശോ പറയും മാറനത്ത എന്ന് പറഞ്ഞാല് ഞാൻ വന്നു കഴിഞ്ഞല്ലോ.